മാം, പ്രസവത്തിന് എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം? നോർമൽ പ്രസവമാണെങ്കിൽ കുട്ടീനെ ക്ലീൻ ചെയ്ത ശേഷം ഉടനെ അമ്മയുടെ ബ്രസ്റ്റിന്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. സിസേറിയൻ ആണെങ്കിൽ ഒരു 1 hour നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മയുടെ ക്ഷീണമൊക്കെ മാറിയ ശേഷം ഉടനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടതാണ്. അടുത്തതായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, എത്ര സമയം ഇടവിട്ടാണ് മുലയൂട്ടേണ്ടതെന്ന് കൂട്ടേണ്ടതെന്ന്. ഇനീഷ്യലി ഓൺ ഡിമാൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്യേണ്ടത്. അതായത് കുട്ടി കരയുമ്പോൾ അമ്മ അപ്പൊ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. പക്ഷെ ഇതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു ഫീഡിങ് പാറ്റേൺ അമ്മ തന്നെ കുഞ്ഞായിട്ട് ഉണ്ടാക്കണം. മേ ബി 2 to 3 hours കൂടുമ്പോൾ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലാവണം കുഞ്ഞ് എപ്പോഴാണ് ഹംഗ്രി, അതായത് വിശക്കുന്ന എപ്പോഴാ കുട്ടിക്ക്. അത് വിശപ്പ് എങ്ങനെയാണ് കാണുക, കുഞ്ഞിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കുഞ്ഞ് തരുന്ന ലക്ഷണങ്ങൾ എന്താണ്, കുറച്ചും കൂടെ അലേർട്ട് ആയിരിക്കും കുഞ്ഞ്. മൗത്ത് വൈഡ് ഓപ്പൺ ആയിട്ട് വായൊക്കെ തുറന്ന് പിടിക്കും, വിരലുകള് വായന്റെ ഉള്ളിലിടും. പിന്നെ ക്രൈങ് ഇസ് എ ലേറ്റ് സൈൻ, അവസാനമായിരിക്കും കരച്ചിൽ വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടതാണ്. ഫീഡിങ് ചെയ്യുമ്പം മുഴുവനായിട്ട് പാല് കുട്ടി കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, അമ്മ ഉറപ്പുവരുത്തണം. ആദ്യത്തെ പാലിന് 4 മിൽക്കും അവസാനമായി വരുന്ന പാലിന് ഹൈൻ മിൽക്കും എന്നാ പറയുന്നത്. ഇത് 4 മിൽക്കും ഹൈൻ മിൽക്കും മുഴുവനായിട്ട് കുഞ്ഞ് കുടിച്ചു എന്ന് ഉറപ്പുവരുത്തണം. എന്താ വെച്ചാൽ 4 മിൽക്ക് കുടിക്കുമ്പം കുട്ടിയുടെ വിശപ്പ് മാറും, ഹൈൻ മിൽക്ക് കുടിക്കുമ്പം വെയിറ്റ് ഗെയിൻ ചെയ്യും. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവും, ഈ ഫീഡിങ്ങിന്റെ സമയത്ത് തന്നെ ഉറങ്ങിപ്പോവും. അപ്പൊ അമ്മ പതുക്കെ കുഞ്ഞിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം, കാലിലോ അല്ലെങ്കിൽ ഫേസിലോ ഒക്കെ ഒന്ന് പതുക്കെ തട്ടി കൊടുത്തിട്ട് കുഞ്ഞിനെ ഉണർത്തിയിട്ട് വീണ്ടും പാല് കൊടുക്കണം. പിന്നെ ചില കുഞ്ഞുങ്ങള് ഡേയും നൈറ്റും ഒന്നും ഇല്ലാതെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും പാലിന് വേണ്ടിയിട്ട്, അല്ലെ വിശന്ന് കരയും. അപ്പൊ അങ്ങനത്തെ മിക്ക കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അമ്മ തന്നെ കുഞ്ഞായിട്ട് ഒരു ഫീഡിങ് പാറ്റേൺ ഈ ഒരു രാവിലത്തെ സമയം രാത്രിത്തെ സമയത്തിന്റെ ഒരു വ്യത്യാസം കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കണം. അതായത് പകല് സമയത്ത് പിന്നെ വെളിച്ചുണ്ടാവും, രാത്രി ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് റൂമൊക്കെ ഡാർക്ക് ആക്കി വെച്ചിട്ട് അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്താൽ കുഞ്ഞിനും മനസ്സിലാവും രാത്രി ഉറങ്ങുന്ന സമയമാണ്, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ പകല് തന്നെ കുഞ്ഞ് നന്നായിട്ട് പാല് കുടിച്ചിട്ട് രാത്രി മുഴുവൻ കിടന്നുറങ്ങാൻ സാധ്യത ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു ഫീഡിങ് പാറ്റേൺ അമ്മ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം മാം? മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞ് നല്ലോണം മുലപ്പാൽ കിട്ടിയ കുട്ടികളാണെങ്കിൽ നന്നായി ഉറങ്ങും, ഒരു 2-3 മണിക്കൂർ ഉറങ്ങും. പിന്നെ ഓരോ ഫീഡ് കഴിയുമ്പോൾ മൂത്രവും പിന്നെ മോഷനും പാസ് ചെയ്യും ഓരോ ഫീഡ് കഴിയുമ്പോഴും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് വെയിറ്റ് ഗെയിൻ ആണ്. അപ്പൊ ഇനീഷ്യലി ഫസ്റ്റ് 5 days വെയിറ്റ് കുറയുക ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് പ്രീ വെയിറ്റില് ബർത്ത് വെയിറ്റിലേക്ക് വരും ഒരു 5 ദിവസം കഴിയുമ്പം. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ വെയിറ്റ് കൂടുക. 30 ഗ്രാം വെച്ചിട്ട് ഒരു ദിവസം വെയിറ്റ് കൂടും, ഒരു 10 ദിവസത്തിൽ ഒരു 300 ഗ്രാം കൂടും. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് പാല് കിട്ടുന്നുണ്ട്, നന്നായിട്ട് കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാം കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. മാം, മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ നല്ല റിലാക്സ്ഡും ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനിൽ പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിൻ ഹോർമോൺസും വളരെ കൂടും. ഈ പ്രൊലാക്റ്റിൻ ആണ് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടുന്നത്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാതെ 3 to 4 liters ഓഫ് വാട്ടർ ഡെയിലി അമ്മ എടുക്കണം, എന്നാലേ ബ്രസ്റ്റ് മിൽക്ക് കൂടുള്ളൂ. ഫ്രീക്വന്റ് ആയിട്ട് ഫീഡ് ചെയ്യണം. കംപ്ലീറ്റ് ഇവാക്വേഷൻ ഓഫ് എ ബ്രസ്റ്റ് ഉണ്ടാവണം, അതായത് മുഴുവനായിട്ട് കുട്ടി ബ്രസ്റ്റിൽ നിന്ന് വലിച്ചു കുടിക്കണം പാല്, തീരെ ബാക്കി ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഈ പ്രൊലാക്റ്റിൻ ഹോർമോണ് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കും കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ആവശ്യമുണ്ട്, എന്നാൽ കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ വീട്ടിൽ തന്നെ ചെയ്യേണ്ടത് ഫുഡിനെ പറ്റിയാണ്. അപ്പോൾ വെൽ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കണം. ഒരു 5 നേരമെങ്കിലും വെൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം, സമീകൃത ആഹാരം. അതെന്താ വെച്ചാല് ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണം, നട്ട്സ് കഴിക്കണം. 550 കാലോറീസ് എക്സ്ട്രാ മുലയൂട്ടുന്ന അമ്മമാര് ഭക്ഷണം കഴിക്കേണ്ടതാണ്. വെളുത്തുള്ളി, ഉലുവ, ജീരകം ഇത് 3ഉം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് പാലുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ടും പാല് കുറവാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് പലതരം പൊടികളുണ്ട്, ആയുർവേദിക് പൊടികൾ, ശതാവരി അടങ്ങിയ പൊടികൾ പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ ഒരുപാട് പാലുണ്ടാവും. അതുകൂടാതെ ചില മരുന്നുകൾ പാല് കൂട്ടാൻ സഹായിക്കും. മാം, ഈ പനിയും ജലദോഷവും ഉള്ള സമയത്ത് ഫീഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അമ്മ ഫീഡ് ചെയ്യണം, നിർബന്ധമായും. ഈ പനി ജലദോഷം ഉള്ളപ്പം കുഞ്ഞിന് അതിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും.
പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ആദ്യത്തെ 2-3 ദിവസത്തിൽ വരുന്ന പാല് നിർബന്ധമായി കുഞ്ഞിന് കൊടുക്കണം. അതാണ് കൊളോസ്ട്രം എന്ന് പറയുന്നത്, ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ്. ഇതിൽ ഒരുപാട് ആന്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി കൂടാൻ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്കാണ് ഈ കൊളോസ്ട്രം എന്ന് പറയുന്നത്. അത് തീർച്ചയായും കൊടുക്കണം. മാം, എല്ലാ മെഡിസിൻസും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് സേഫ് ആണോ? എല്ലാ മെഡിസിൻസും സേഫ് അല്ല, ചില മെഡിസിൻസ് ഒക്കെ സേഫ് ആണ്, കൊടുക്കാൻ പറ്റും. ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഏതൊരു ബ്രസ്റ്റ് ഫീഡിംഗ് മദറും എന്തെങ്കിലും ഗുളികകളോ അല്ലെങ്കിൽ മരുന്നുകളോ കഴിക്കാൻ. മാം, ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാര് എപ്പോ തൊട്ട് അത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ അത് സ്റ്റോർ ചെയ്യാം? ബ്രസ്റ്റ് പമ്പ് ഡെലിവറി കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്ത്രീക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സ്ട്രാ മിൽക്ക് കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞിട്ടും ബ്രസ്റ്റിൽ മിൽക്ക് ബാക്കി ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പുറത്തെടുത്തിട്ട് അത് വേണേൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ആ ബോട്ടിലിനെ തിളപ്പിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഴ്സ് അവൈലബിൾ ആണ്, അതിൽ വേണം ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ. പിന്നെ പൗച്ചസ് അവൈലബിൾ ആണ്, സ്റ്റെറൈൽ പൗച്ചസ് അവൈലബിൾ ആണ്, അതിലും ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 to 8 ഡിഗ്രി ടെമ്പറേച്ചറിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാൻ. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്, ഫ്രിഡ്ജിന്റെ സൈഡിൽ വേണം ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ. ഇത് ഫ്രീക്വന്റ് ആയിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാനും പറ്റും. വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് പെയിൻ വരാനുള്ള റീസൺസ് എന്തൊക്കെയാ മാം? അത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് പെയിൻ വരാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, എൻഗോജ്ഡ് ബ്രസ്റ്റ്, ഒരുപാട് പാല് സ്തനത്തിൽ കെട്ടി നിൽക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ അത്ര അധികം പാല് കുടിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന പാല് ബ്രസ്റ്റ് പമ്പോ അല്ലെങ്കിൽ മാനുവലി കൈ കൊണ്ടോ പിഴിഞ്ഞ് കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് എംറ്റി ആക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ബ്രസ്റ്റ് ആക്സസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം പെയിൻഫുൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ക്രാക്ക് നിപ്പിൾ ആണ്. ക്രാക്ക് നിപ്പിൾ എന്തുകൊണ്ടാണ് വരുന്നത്? പ്രോപ്പർ ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്തതുകൊണ്ട്. ഈ നിപ്പിൾ മാത്രം കുഞ്ഞിന്റെ വായിലിട്ട് വലിക്കാൻ കൊടുക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിപ്പിളിന്റെ ചുറ്റുമുള്ള ഏരിയോള, കറുപ്പ് നിറമുള്ള ഭാഗത്തിനാണ് ഏരിയോള എന്ന് പറയുന്നത്. ഏരിയോളന്റെ അപ്പുറത്തുള്ള സ്കിന്നും ഏരിയോളയും തമ്മിലുള്ള ആ ജംഗ്ഷനിൽ വേണം കുഞ്ഞ് അവിടെ വേണം വായ വെച്ചിട്ട് ബ്രസ്റ്റ് മിൽക്ക് വലിച്ചു കുടിക്കാൻ. എന്നാലേ പ്രോപ്പർ ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിപ്പിൾ ക്രാക്ക് ആവാൻ സാധ്യതയുണ്ട്. ക്രാക്ക് നിപ്പിൾ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഓയിൻമെന്റ്സോ അല്ലെങ്കിൽ കുറച്ചു നേരം ബ്രസ്റ്റിന് റെസ്റ്റ് കൊടുക്കണം. ഫ്രീക്വന്റ് ആയിട്ട് പാല് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് മിൽക്ക് പമ്പ് വെച്ചിട്ട് ഇവാക്യുവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 2 ദിവസം ബ്രസ്റ്റ് റെസ്റ്റ് കൊടുത്തിട്ട് ആ അൾസറിനെ ഹീൽ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത്, എത്ര നാള് മുലയൂട്ടണം, അതുപോലെ തന്നെ സോളിഡ് ഫുഡ് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. എന്ന് വെച്ചാൽ ആദ്യത്തെ 6 മാസത്തില് കുഞ്ഞിന് കിട്ടേണ്ട എല്ലാ പോഷകങ്ങളും അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. 6 മാസം കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് വീനിങ് തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ സെമി സോളിഡ് ഫുഡ് ആഡ് ചെയ്യാം. രാഗി അല്ലെങ്കിൽ പഴപ്പൊടിന്റെ അങ്കറി ഉണ്ടാക്കി കൊടുക്കുവോ, അങ്ങനെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 വയസ്സ് വരെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാവുന്നതാണ്. മാം, ഈ കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? ബ്രസ്റ്റ് ഫെഡ് ബേബീസ് യൂഷ്വലി നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന പാലാണ് കൊളോസ്ട്രം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നേരിയ വാട്ടറി മിൽക്ക് കുഞ്ഞിന് നിർബന്ധമായിട്ട് അമ്മമാർ കൊടുക്കേണ്ടതാണ്. അതിൽ ഒരുപാട് ആന്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റിബോഡീസ് കുഞ്ഞിന് ഉണ്ടാവുന്ന ഫീവർ, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പനി, ഛർദി, വയറിളക്കം, ആസ്മ, ഇതിൽ നിന്നൊക്കെ രോഗപ്രതിരോധ ശക്തി ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കൊളോസ്ട്രം ഉണ്ടാക്കിയത്. അതൊരിക്കലും കളയാൻ പാടില്ല. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ച ബേബീസ് ഫ്യൂച്ചറിൽ അമിതവണ്ണം ഒക്കെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ പല അസുഖങ്ങളും ബ്രസ്റ്റ് ഫെഡ് ബേബീസിൽ കുറവായിട്ടാണ് നമ്മൾ കാണാറ് കമ്പയർഡ് ടു ഫോർമുല ഫെഡ് ബേബീസ്. മാം, അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട്? ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന അമിതമായ രക്തസ്രാവം അത് കുറയ്ക്കാൻ എത്രയും പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ അത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ ഈ ഓക്സിറ്റോസിനും പ്രൊലാക്റ്റിൻ ഹോർമോൺസ് ആണല്ലോ ഈ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യും, അതുകൊണ്ട് ബ്ലീഡിങ് കുറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒവേറിയൻ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് മുലയൂട്ടുന്ന അമ്മമാരിൽ കുറവായിരിക്കും കമ്പയർഡ് ടു
മുലയൂട്ടാത്ത അമ്മമാരിൽ. പിന്നെ അമിതവണ്ണം, അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒബീസിറ്റി, തടി വെക്കുന്നതൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ കുറച്ച് കുറഞ്ഞ ഇൻസിഡൻസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് കോൺട്രാസെപ്ഷൻ, ഈ ലാക്ടേഷൻ പീരീഡിൽ മുലയൂട്ടുന്ന സമയത്ത് ഓവുലേഷൻ സാധാരണ നടക്കാറില്ല. അപ്പോൾ ഇതൊരു നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ, പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള സമയം ഇത് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ ഒരു നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആയിട്ടും ഈ ഒരു പീരീഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാം, യൂഷ്വലി കണ്ടുവരുന്ന കുറെ സംശയങ്ങളാണ്. ചെറിയ സൈസുള്ള ബ്രസ്റ്റ് ഉള്ള ആൾക്കാര് കുറവാണ് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ശരിയല്ല. സ്മോൾ ആണെങ്കിലും ബിഗ് ആണെങ്കിലും ബിഗ് ബ്രസ്റ്റിലും ചിലപ്പോൾ പാല് കുറവായിരിക്കും. അതായിട്ട് ബന്ധമില്ല. ഇത് ലാക്ടിഫെറസ് ഡക്സ് എന്നാണല്ലോ പാല് വരുന്നത്. അപ്പൊ കൂടുതൽ ലാക്ടിഫെറസ് ഡക്ട്സ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ പാലുണ്ടാവും. ഇപ്പൊ ചെറിയ ബ്രസ്റ്റ് അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റില്ല. പിന്നെ ചോദിച്ചു വരുന്നത് മാം, ഈ ഫോർമുല ഫീഡ് ബ്രസ്റ്റ് മിൽക്ക് പോലെ ഈക്വലന്റ് ആണോ? രണ്ടും ഈക്വലി ലൈക് എഫക്റ്റീവ് ആണോ? ഈക്വലി എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ബിക്കോസ് നേച്ചർ അമ്മയുടെ പാലാണ് കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പാലാണ് കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് മിൽക്ക്. സോ ബ്രസ്റ്റ് മിൽക്ക് ഈസ് ദ ബെസ്റ്റ് മിൽക്ക് ഫോർ ദ ബേബി. ഫോർമുല ഫീഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കും, ഇപ്പൊ അമ്മമാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് ബ്രസ്റ്റ് മിൽക്കിന്റെ അടുത്ത് വരില്ല. ചില അലർജി റിയാക്ഷൻസ്, ചില അസുഖങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഏറ്റവും നല്ല പാല് അമ്മയുടെ പാല് തന്നെയാണ്. മുലയൂട്ടുന്ന എന്തൊക്കെയാണ് പൊസിഷൻസ്, അതുപോലെ എന്താണ് ലാച്ചിങ്ങിന്റെ കറക്റ്റ് പൊസിഷൻ? മുലയൂട്ടാൻ 4 വിധം പൊസിഷൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ഡമ്മി ബേബി ആയിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടതെന്ന്. ആദ്യത്തെ പൊസിഷനാണ് ക്രേഡിൽ പൊസിഷൻ. ക്രേഡിൽ പൊസിഷനിൽ അമ്മ കുഞ്ഞിനെ എൽബോയിൽ കിടത്തിയിട്ട് ഈ ഒരു കയ്യില്, ഈ സെയിം കയ്യിലത്തെ കൈ ഭാഗത്തുള്ള ബ്രസ്റ്റ് ആണ് ഈ പൊസിഷനിൽ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ ആ കൈ വെച്ചിട്ട് കുഞ്ഞിനെ അങ്ങനെ കിടത്തിയിട്ട് കൈ താഴോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ കൊണ്ടുവരണം, ബ്രസ്റ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ കൈ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഹാൻഡ് വെച്ചിട്ട് ബ്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. ബ്രസ്റ്റിന്റെ നിപ്പിൾ വെച്ചിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കണം. എന്നാൽ ആ ഒരു പൊസിഷനാണ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ വായിലേക്ക് ബ്രസ്റ്റ് വെച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാല് നിപ്പിളിന്റെ ചുറ്റുമുള്ള ഏരിയോള, കറുപ്പ് ഭാഗത്തിനാണ് ഏരിയോള എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നിച്ച് വേണം കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ. ആദ്യം അപ്പർ ലിപ്പ്, കുഞ്ഞിന്റെ അപ്പർ ലിപ്പിലും സൈഡ് ഓഫ് ദി മൗത്തിലും ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ കുഞ്ഞ് വായ തുറക്കും, നല്ല വൈഡ് ആയിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യും. അപ്പൊ തന്നെ വായിലോട്ട് ഉള്ളിലേക്ക് സോഫ്റ്റ് പാലറ്റിന്റെ ആ ഭാഗത്തേക്ക് വേണം ഇത് വെച്ചു കൊടുക്കാൻ, നിപ്പിളും ഏരിയോളും ഒന്നിച്ച്. അപ്പൊ കുട്ടി പെട്ടെന്ന് ലാച്ച് ചെയ്യും, വിടില്ല, അത് സക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് ശരിക്കുള്ള പൊസിഷൻ. ഇതാണ് രണ്ടാമത്തെ പൊസിഷൻ ആണ് ക്രോസ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓപ്പോസിറ്റ് ഹാൻഡ് വെച്ചിട്ട് ഓപ്പോസിറ്റ് ബ്രസ്റ്റിന് ഫീഡ് ചെയ്യിപ്പിക്കണം ബേബീനെ. ഇതുപോലെ ഈ കൈ വെച്ചിട്ട് റൈറ്റ് കൈ വെച്ചിട്ട് ലെഫ്റ്റ് ബ്രസ്റ്റിനെ ഫീഡ് ചെയ്യിക്കണം. ഇത് മോസ്റ്റ്ലി നമ്മൾ പ്രീടേം ബേബീസിൽ ഒക്കെയാണ് ഇങ്ങനത്തെ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യാറ്. തേർഡ് പൊസിഷൻ ആണ് ഫുട്ബോൾ പൊസിഷൻ. ഫുട്ബോൾ പൊസിഷനിൽ മോസ്റ്റ് കോമൺലി ട്വിൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറ്. അപ്പൊ 2 ബേബീസ് ഉണ്ടെങ്കിൽ ഈ ഒരേ കയ്യിൽ സെയിം സൈഡ് ഹാൻഡ് വെച്ചിട്ട് സെയിം സൈഡ് ബ്രസ്റ്റ് ഇതുപോലെ ഫീഡ് ചെയ്യിപ്പിക്കുക ബേബീനെ. അതേപോലെ ഇവിടെ ഒരു ബേബി ഉണ്ടെങ്കിൽ ഇതേ പൊസിഷനിൽ മറ്റേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ട്വിൻസിനെ ഒന്നിച്ച് അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ പലപ്പോഴും എന്റെ പേഷ്യൻസ് പറയാറുണ്ട്, ചില പേഷ്യൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ, ഒരു കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞാലും മറ്റേ കുട്ടി കരയാൻ തുടങ്ങും, അത് കഴിയുമ്പോൾ മറ്റേത് കരയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ പൊസിഷൻ, ഫുട്ബോൾ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഫോർത്ത് പൊസിഷൻ ആണ് സൈഡ് ലൈങ് പൊസിഷൻ. അതായത് അമ്മ ഒരു ഭാഗത്ത് ചെരിഞ്ഞ് കിടന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുക. പക്ഷെ ഈ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അമ്മ വളരെ അലേർട്ട് ആയിരിക്കണം. ഫസ്റ്റ് 2-3 ഡേയ്സിലാണ് നമ്മൾ പൊതുവേ ഈ പൊസിഷൻ അഡ്വൈസ് ചെയ്യാറ്. എസ്പെഷ്യലി സിസേറിയൻ സെക്ഷൻ കഴിയുമ്പോൾ അമ്മയ്ക്ക് എണീറ്റിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മളിത് പൊതുവെ പറയാറുള്ളത്, ഈ പൊസിഷൻ. അപ്പൊ ഈ പൊസിഷനിൽ പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, ഈ ബ്രസ്റ്റ് കുഞ്ഞിന്റെ വായിൽ വന്നിട്ട് മൂക്ക് ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം ഭയങ്കര സീരിയസ് ആയി പോകും കുട്ടി. ചില കുട്ടികൾ ശ്വാസതടസ്സമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു പൊസിഷനിൽ അമ്മ ഉറങ്ങിപ്പോയാൽ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ചു വേണം ഈ പൊസിഷനിൽ പാല് കൊടുക്കുക. മുല കൂട്ടുന്നത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്, കുഞ്ഞിന്റെ അവകാശം കൂടിയാണ്. ബ്രസ്റ്റ് മിൽക്ക് ഇസ് ദ ബെസ്റ്റ് മിൽക്ക് ഫോർ ദ ബേബി. അപ്പോൾ എല്ലാ അമ്മമാരും ആദ്യത്തെ 6 മാസം കുഞ്ഞിന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യേണ്ടതാണ്. 6 മാസം കഴിഞ്ഞാൽ
ബാക്കി ഭക്ഷണം പതുക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുകൂടാതെ 2 വയസ്സ് വരെ ഈ ഭക്ഷണത്തോടൊപ്പം ബ്രസ്റ്റ് മിൽക്കും കൊടുക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.